നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ രണ്ടാമത്തെ സെഷനാണ്. ഇന്നലെ നമ്മൾ 2 പേപ്പർ ചെയ്തു. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 2019. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ in the direction of the vector to I minus 3j plus k. B വെക്ടറിന്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ നമുക്ക് ഫോർമുല അറിയാം. A cap is equal to vector A by modulus A. വെക്ടർ A by modulus വെക്ടർ. അപ്പോൾ ഇവിടെ ഈ വെക്ടറിന് നമ്മൾ A എന്ന് പേര് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? A is equal to 2i minus 3j plus k. അപ്പോൾ ഇവിടെ A cap is equal to ഫോർമുല ഇവിടെ എഴുതിയിട്ടുണ്ട്. 2i minus 3j plus k. ഇതിനൊക്കെ ക്യാപ്പ് ഉണ്ട്, എല്ലാം യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. മോഡുലസ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് സ്ക്വയർ 2 സ്ക്വയർ പ്ലസ് മൈനസ് 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ 2i minus 3j plus k divided by root of 2 square 4 plus 9 13 plus 1 14. 2i minus 3j plus k divided by root 14. ഇതാണ് ഇതിന്റെ ആൻസർ. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്ക് കിട്ടും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2. Find the angle between the vectors A is equal to 6i minus 3j plus 2k and vector B is equal to 2i plus 2j minus k. ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഫോർമുല അറിയാം. നമ്മൾ എ ഡോട്ട് ബിയുടെ ഫോർമുലയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ അല്ലേ. അപ്പോൾ കോസ് തീറ്റ ഇവിടെ നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫോർമുല അറിയാമെങ്കിൽ എഴുതി വെക്കുന്നതുകൊണ്ട് വിരോധമില്ല. എ ഡോട്ട് ബി ബൈ എ ബി കോസ് തീറ്റ. അപ്പോൾ എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ 6i minus 3j plus 2k dot 2i plus 2j minus k divided by a എന്ന് പറയുന്നത് മോഡുലസ് എ ആണ്. അതിന്റെ വാല്യൂ റൂട്ട് ഓഫ് സ്ക്വയർ 6 സ്ക്വയർ പ്ലസ് മൈനസ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ. അപ്പൊ ഇതിവിടെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos theta equal to product എന്ന് പറഞ്ഞാൽ i ഡയറി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6 into 2 12 minus 3 into 2 എന്ന് പറയുമ്പോൾ minus 6 plus 2 into minus എന്ന് പറയുമ്പോൾ minus 2 divided by ഇവിടെ 36 plus 9 45 plus 4 49 വരും. 49ന്റെ റൂട്ട് എത്രയാണ്? 7 ആണ്. ഇവിടെ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 plus 4 8 plus 1 root 9 ആണ്. അത് 3 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 12 minus 6 minus 2 minus 6 minus 2 minus 8 12 minus 8 is equal to 4 by 21. 4 by 21. അത് കോസ് തീറ്റയുടെ വാല്യൂ ആണ്. ഇതൊരു നമുക്ക് സ്റ്റാൻഡേർഡ് ആംഗിൾ അല്ല, നമുക്ക് വാല്യൂ പറയുന്ന ആംഗിൾ അല്ല. അപ്പോൾ എഴുതുക തീറ്റ is equal to കോസ് അങ്ങ് കൊണ്ടുപോകുമ്പോൾ കോസ് ഇൻവേഴ്സ് ആയി. കോസ് ഇൻവേഴ്സ് ഓഫ് 4 by 21. അതാണ് ഇതിന്റെ ആൻസർ. മനസ്സിലായല്ലോ? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നമ്മൾ ഇതിനു മുമ്പുള്ള പേപ്പറിൽ ചെയ്തതാണ്. 2020 ഏപ്രിലിലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 തന്നെയാണ് അവിടെയും ചോദിച്ചിരിക്കുന്നത്.
അപ്പൊ പിന്നെ വീണ്ടും ചെയ്യുന്നില്ല. അത് നമുക്ക് a+b ഡോട്ട് a-b കണ്ടുപിടിക്കേണ്ട ഒരു പ്രോബ്ലം ആണ്. അപ്പൊ അത് നിങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യും. വീണ്ടും ആ പ്രോബ്ലം ചെയ്യുന്നില്ല, കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. Find the moment about the point. Find the moment about the point (4i minus 3k) of a force represented by 3i plus 2j plus 6k acting through the point 2i minus j plus 5k. ഇവിടെ എല്ലാത്തിനും ഗ്യാപ്പ് ഉണ്ട്, നമ്മൾ ഉണ്ടെന്ന് വിചാരിക്കുക. എല്ലായിടത്തും ഞാൻ ഇടുന്നില്ല. അപ്പൊ ഇവിടെ നമുക്കറിയാം മൊമെന്റിന്റെ ഫോർമുല എന്താണ്? മൊമെന്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ആർ ക്രോസ് എഫ് ആണ്. ആർ ക്രോസ് എഫ്. ഇവിടെ ആറും എഫും കണ്ടുപിടിക്കുക. എഫ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എഫ് വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? 3i plus 2j plus 6k ആണ്. ആറിന്റെ നമുക്ക് കണ്ടുപിടിക്കണം. ആർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കണ്ടുപിടിക്കണം. അബൌട്ട് ദ പോയിന്റ് തന്നിട്ടുണ്ട്, ത്രൂ ദ പോയിന്റ് തന്നിട്ടുണ്ട്, ഇല്ലേ? അപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കുക? നമ്മൾ എ ബി ഒ ബി മൈനസ് ഒ എ. അപ്പൊ ഇവിടെ അബൌട്ട് ദ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മളത് എ ആയിട്ട് എടുക്കും, ത്രൂ ദ പോയിന്റ് എന്ന് പറയുമ്പോൾ അത് ബി ആയിട്ട് വിചാരിക്കും. മനസ്സിലായി? എപ്പോഴും അബൌട്ട് ദ പോയിന്റ്, ആക്ടിങ് ഓൺ ദ പോയിന്റ് എന്ന് പറയുമ്പോൾ അത് എ ആയിട്ട് എടുക്കണം. ത്രൂ ദ പോയിന്റ് എന്ന് പറയുമ്പോൾ രണ്ടാമതാണ് വരുന്നത്, ആ പോയിന്റിലൂടെ കടന്നു പോകുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അത് ബി ആയിട്ട് എടുക്കണം. അപ്പൊ ഇവിടെ എന്ത് വരും? 2 വേണമെങ്കിൽ അത് എഴുതിയിരിക്കാം. 2i മൈനസ് ജെ പ്ലസ് 5k മൈനസ് 4i മൈനസ് 3k. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 മൈനസ് 4 ആകുമ്പോൾ മൈനസ് 2i. ഇവിടെ ജെ ഇല്ല, അപ്പൊ ജെ ഇതുപോലെ തന്നെ എഴുതുക. 5k മൈനസ് ഓഫ് മൈനസ് പ്ലസ്, അപ്പൊ 8k. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് ആർ ക്രോസ് എഫ് ആണ്. ആദ്യം അതിന്റെ വെക്ടർ കണ്ടുപിടിക്കുക, എന്നിട്ട് വേണം നമുക്ക് അതിന്റെ മോഡുലസിലേക്ക് പോകാം. ആർ ക്രോസ് എഫ് എന്ന് പറയുമ്പോൾ ഐ ജെ കെ. ആദ്യം ആറിന്റെ വാല്യൂസ് -2 -1 8. എഫിന്റെ വാല്യൂ 3 2 6. അപ്പൊ ഇവിടെ എന്ത് വരും? ഐ ഇൻറ്റു ഐയുടെ കോളം അവിടെ നമ്മൾ ഒന്നും ചെയ്യാൻ നിർത്തി. -1 into 6 minus 6 minus 2 into 8 16. മൈനസ് ജെ വന്നു, ജെ ആയതുകൊണ്ട് മൈനസ് ആണ്. അപ്പൊ അത് ഒഴിവാക്കി നിർത്തി. -2 into 6 equal to -12. 3 into 8 is equal to -20. പ്ലസ് കെ ആണ്. ഐയുടെ വാല്യൂ പ്ലസ് മൈനസ് പ്ലസ് അങ്ങനെ. പിന്നെ മിഡിലുള്ള വാല്യൂ എപ്പോഴും സൈൻ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ കെ ഇൻറ്റു ഇവിടെ നിർത്തി -2 into 2 -4 മൈനസ് 3 into -1 മൈനസ്. അപ്പൊ നമുക്ക് -22 ആയി. -36 മൈനസ് പ്ലസ് ആയി, പ്ലസ് 36j -4 പ്ലസ് 3, അപ്പൊ മൈനസ് k. ഇതിന്റെ വെക്ടർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? അതിന്റെ മോഡുലസ് കണ്ടുപിടിക്കണം. അപ്പോ മൊമെന്റ് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് മോഡുലസ് ആണ്. മോഡുലസ് കണ്ടുപിടിക്കുക √(-22 സ്ക്വയർ പ്ലസ് 36 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ. √(22 സ്ക്വയർ എന്ന് പറയുമ്പോൾ 484 ആണ്. പിന്നെന്താ വരുന്നത്? 36ന്റെ സ്ക്വയർ 1296 പ്ലസ് 1. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് √(1781). ഇപ്പോൾ എന്ത് വാല്യൂ കിട്ടുന്നുള്ളത് അപ്രസക്തമാണ്. നമ്മൾ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആസ് ഇറ്റ് ഈസ് എഴുതിക്കുക. റൂട്ട് അറിയുന്നതാണെങ്കിൽ ആ റൂട്ടിന് മാറ്റിയിട്ട് വാല്യൂ എഴുതുക, അല്ലെങ്കിൽ റൂട്ടിനകത്ത് തന്നെ വാല്യൂ എഴുതുക.
അത്രയും യൂണിറ്റ്സ് ആണ് ഈ മൊമെന്റ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇതെല്ലാ പേപ്പറിലും കാണുന്ന ക്വസ്റ്റ്യൻ ആണ് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് നല്ലപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. ഇത് നമ്മുടെ പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുള്ളതാണ്. വർക്ക് ഡണ്ണിന്റെ പ്രോബ്ലംസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. പ്രധാനപ്പെട്ട പ്രോബ്ലം ആയതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ഈ പേപ്പറിൽ ദ കോൺസ്റ്റന്റ് ഫോഴ്സസ് 2i minus 5j plus 6k minus I plus 2j minus k and 2i plus 7j act on a particle from the position 4i minus 3j minus 2k to 6i plus j minus 3k. Find the total work done. അപ്പോൾ വർക്ക് ഡണ്ണിന്റെ ഫോർമുല നമുക്കറിയാം. എന്താണ്? F dot R ആണ് അല്ലേ? അപ്പൊ ഇവിടെ എഫും ആറും കണ്ടുപിടിക്കണം. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിട്ടുണ്ട് 3 ഫോഴ്സസ് ആണ് തന്നത്. അപ്പൊ F1 പ്ലസ് F2 പ്ലസ് F3 മൂന്നും കൂടി കൂട്ടിയാലാണ് നമുക്ക് റിസൾട്ടന്റ് ഫോഴ്സ് കിട്ടുക. അപ്പൊ നമുക്ക് ആഡ് ചെയ്യാം 2i minus 5j plus 6k plus minus I plus 2j minus k plus 2i plus 7j. ഇവിടെ കേട് ഇതില്ല. അപ്പൊ അവിടെ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 2 to 4 minus 1 3i 7 plus 2 9 minus 5 is equal to 4j minus plus 6 minus 1 എന്ന് പറയുമ്പോൾ plus 5k. ഇതാണ് ഫോഴ്സിന്റെ വെക്ടർ. ഇനി നമുക്ക് ആർ വെക്ടർ കണ്ടുപിടിക്കണം. ആർ വെക്ടർ നമുക്കറിയാം AB എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. OB മൈനസ് OA. ഇപ്പൊ രണ്ടാമത് പറഞ്ഞതാണ് OB. രണ്ടാമത് പറയുന്ന വെക്ടർ ഏതാ? 6i plus j minus 3k minus OA എന്ന് പറയുന്നത് ആദ്യം പറയുന്ന വെക്ടർ 4i minus 3j minus 2k. ഇത് മൈനസ് ചെയ്യുക. 6i minus 4i എന്ന് പറയുമ്പോൾ 2i. ഇത് പ്ലസ് 1 ആണ്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് 3i. അപ്പോൾ പ്ലസ് 4j മൈനസ് 3k. ഇവിടെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി. അപ്പോൾ മൈനസ് k. നിങ്ങൾക്ക് ചെയ്യാൻ കറക്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സെപ്പറേറ്റ് എഴുതിയിട്ട് ചെയ്യുക. അതിന്റെ ആവശ്യമില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇനി നമുക്ക് ഇവിടെ വർക്ക് ഡൺ കണ്ടുപിടിക്കാം. എഫിന്റെ വാല്യൂ നമുക്ക് കിട്ടി 3i plus 4j plus 5k dot 2i plus 4j minus k. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 3 ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ മതി. 3 into 2 6 plus 4 into 4 16 plus 5 into minus 1 minus 5. അപ്പോൾ ഇവിടെ ആൻസർ എന്താ കിട്ടി? 6 plus 16 22 minus 5 is equal to 17. അപ്പോൾ വർക്ക് ഡൺ, ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എത്ര കിട്ടി? 17 യൂണിറ്റ്സ്. മനസ്സിലായോ? ഇത് സെയിം ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് വർക്ക് ഡണ്ണിന്റെ ഭാഗത്ത് വർക്ക് ഡൺ പഠിച്ച സമയത്ത് അവിടെ എക്സാമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും ചെയ്ത് നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്ടർ. അത് ഇപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് 2019 ഏപ്രിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള 5 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഈ 2018 ഒക്ടോബറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിന് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനാണ് ഒന്നാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് യൂണിറ്റ് വെക്ടർ ആണ്. ഫൈൻഡ് യൂണിറ്റ് വെക്ടർ. മിക്കവാറും പേപ്പറിലൊക്കെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ളതുണ്ട്. 2i plus j minus 2k ഇതാണ് തന്നിരിക്കുന്നത്. A gap is equal to a dot b by modulus അല്ലെങ്കിൽ ab എന്ന് എഴുതിയാലും മതി.
അപ്പൊ നമ്മളിവിടെ എ ക്യാപ് കണ്ടുപിടിക്കുന്ന ഫോർമുല വെക്ടർ എ ബൈ മോഡുലസ് എ. അപ്പൊ വെക്ടർ എ എന്ന് പറയുമ്പോൾ സെയിം വെക്ടർ നമുക്ക് എഴുതാം ബൈ അതിന്റെ മോഡുലസ് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 2 സ്ക്വയർ. അപ്പൊ ഇവിടെ മോഡൽ വ്യത്യാസം വരുത്തണ്ട, അത് അതുപോലെ തന്നെ എഴുതിയിരിക്കാം. ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ 4 പ്ലസ് 1 5 പ്ലസ് 4 9 കിട്ടി. അപ്പൊ റൂട്ട് 9 എന്ന് പറയുമ്പോൾ റൂട്ട് 9 ആണ് വരിക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 3 കിട്ടും. ഫൈനൽ ആൻസർ 1/3 2i പ്ലസ് j മൈനസ് 2k. 1/3 മുന്നിലേക്ക് എടുത്ത് എഴുതാം, അല്ലെങ്കിൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇവിടെ യൂണിറ്റ് വെക്ടറിന്റെ ആൻസർ കിട്ടി. ഇനി അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2 നമ്മൾ 2019 ഏപ്രിലിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. 2019 ഏപ്രിൽ ക്വസ്റ്റ്യൻ നമ്പർ 5. അതായത് നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ ചെയ്തതിന് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിന് തൊട്ട് മുൻപ് ചെയ്ത പ്രോബ്ലം തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. 2019 ഏപ്രിൽ ക്വസ്റ്റ്യൻ നമ്പർ 5. അപ്പൊ അത് വീണ്ടും ചെയ്യുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്നാണ് അർത്ഥം. അത് 2-3 പ്രാവശ്യം ആവർത്തിച്ച് വരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 3. Find the angle between the vectors I minus 2j plus 3k and 3i minus 2j plus k. ഈ ആംഗിൾ കണ്ടുപിടിക്കാനുള്ളതും ഒരു ഇതെല്ലാ പേപ്പറിലും കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞ വെക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് പ്രധാന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക, ആംഗിൾ കണ്ടുപിടിക്കുക, വർക്ക് ഡൺ കണ്ടുപിടിക്കുക, മൊമെന്റ് കണ്ടുപിടിക്കുക, പിന്നെ അതിന്റെ സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റും വെക്ടർ പ്രോഡക്റ്റും ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ്. ഇത്രയൊക്കെയാണ് ഇങ്ങനെ മാറി മാറി അവർ ചോദിക്കുന്നത്. അത് വളരെ കുറച്ച് ചെറിയൊരു പോർഷനാണ്. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് പറയുക, 30-35 മാർക്കോളം ഒരു പരീക്ഷയ്ക്ക് ഈ ഭാഗം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. അതുകൊണ്ട് വെക്ടർ തറായിട്ട് പഠിക്കുക. വളരെ സിമ്പിളാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒന്നും ഇവിടെ ഇല്ല. ആ ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ചെറിയ ചെറിയ ഫോർമുലകളാണ്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ മാർക്ക് ഫുള്ളായിട്ട് നമുക്ക് മേടിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കണം. അപ്പൊ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അപ്പൊ കോസ് തീറ്റ ഈക്വൽ ടു എന്താണ്, എ ഡോട്ട് ബി ബൈ എ ബി അല്ലേ. അതായത് എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റയാണ് കോസ് തീറ്റ കിട്ടുന്നത്. അപ്പൊ എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ ഐ മൈനസ് 2j പ്ലസ് 3k ഡോട്ട് 3i മൈനസ് 2j പ്ലസ് k ഡിവൈഡഡ് ബൈ ഇതിന്റെ മോഡുലസ് എന്താ വരിക, 1 സ്ക്വയർ പ്ലസ് മൈനസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അങ്ങോട്ട് ഡോട്ട് പ്രോഡക്റ്റ് കാണുമ്പോൾ ഇവിടെ 1 ഇൻറ്റു 3 3 പ്ലസ് മൈനസ് 2 ഇൻറ്റു മൈനസ് 2 എന്ന് പറയുമ്പോൾ 4 പ്ലസ് 3 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 3 ഡിവൈഡഡ് ബൈ ഇവിടെ 1 പ്ലസ് 4 5 5 പ്ലസ് 9 എന്താ വരിക, റൂട്ട് 14 വരും ഇൻറ്റു ഇവിടെ 9 പ്ലസ് 4 13 പ്ലസ് 1 ഇവിടെയും റൂട്ട് 14 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 4 പ്ലസ് 3 7 പ്ലസ് 3 10 14 റൂട്ട് 14 ഇൻറ്റു റൂട്ട് 14 എന്ന് പറയുമ്പോൾ റൂട്ട് 14 മാത്രം നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അപ്പൊ ഇവിടെ ഇതിന്റെ പകുതി 5 ഇതിന്റെ പകുതി 7. അപ്പൊ തീറ്റ ഈക്വൽ ടു 5/7 എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആംഗിൾ അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കോസ് ഇൻവേഴ്സ് ഓഫ് 5/7 എന്ന് എഴുതാം. പ്രത്യേകിച്ച് നമുക്ക് അറിയില്ല, ടേബിളൊക്കെ നോക്കി എഴുതേണ്ടതാണ്, അതിന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് കിട്ടുന്നത് എന്താണ് എഴുതിയിരിക്കുന്നത്. അതേസമയം 1/2 റൂട്ട് 3/2 1/√2 ഒക്കെ ആണെങ്കിൽ നമുക്ക് 30 60 45 ആംഗിൾസിന്റെ വാല്യൂസ് കിട്ടും. അപ്പൊ അങ്ങനെ എഴുതാം, ഇവിടെ അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 4th question. The vectors 3i plus 2j plus 9k and I plus lambda j plus 3k are parallel. Find
lambda. Find the value of lambda. ഇതാണ് ഇവിടുത്തെ ചോദ്യം. ഓൾറെഡി പാരലൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കണ്ടീഷൻ? നമുക്കറിയാം പാരലൽ ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? പാരലൽ എന്ന് പറയുമ്പോൾ ആംഗിൾ 0 വരും, സൈൻ 0. അപ്പോൾ സൈൻ 0 ഈക്വൽ ടു 0 ആണ്. നമ്മൾ ആ ക്രോസ് പ്രോഡക്റ്റ് പഠിച്ചതിന്റെ നോട്ട്സ് എഴുതിയതിൽ, പ്രോപ്പർട്ടീസ് എഴുതിയതിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇഫ് എ ആൻഡ് ബി ആർ പാരലൽ, എന്താ കണ്ടീഷൻ? എ ക്രോസ് ബി ഈക്വൽ ടു 0. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക, എ ബി സൈൻ തീറ്റ. സൈൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയതുകൊണ്ട് ഫുള്ള് 0 ആയിട്ട് പോകും. അപ്പൊ ഇതാണ് ഈ കണ്ടീഷൻ നമ്മളിവിടെ അറിഞ്ഞിരിക്കണം. പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കണ്ടീഷൻ? എ ക്രോസ് ബി ഈക്വൽ ടു 0. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ് നമുക്ക് മാറി മാറി ആവശ്യം വരും. പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ ക്രോസ് ബി ഈക്വൽ ടു 0 ആണ്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡോട്ട് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ആംഗിൾ 90 ആണ്. അപ്പൊ കോസ് 90 0 ആയതുകൊണ്ട് എ ഡോട്ട് ബി ഈക്വൽ ടു 0. ഈ രണ്ട് കണ്ടീഷനും നമ്മൾ അറിഞ്ഞിരിക്കണം, കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കുക. മനസ്സിലായി? പാരലൽ എന്ന് പറയുമ്പോൾ ക്രോസും, പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഡോട്ട്. ഇവിടെ പാരലൽ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ക്രോസ് ബി ഈക്വൽ ടു ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കണം. ഐ ജെ കെ, ആദ്യത്തെ വെക്ടർ 3 2 9, രണ്ടാമത്തെ വെക്ടറിന്റെ കോഎഫിഷ്യന്റ് 1 ലാംഡയാണ്, ലാംഡ 3. ഇങ്ങനെയാണ് വരുന്നത്. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇത് ഈക്വൽ ടു 0 എന്ന് നമുക്കറിയാം. പിന്നെ ഇത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഐ ഇൻറ്റു ഐ, ഇവിടെ നമുക്ക് ഐ ഇൻറ്റു എന്ന് പറയുമ്പോൾ ഈ കോളം പ്ലേസ് ചെയ്ത് നിർത്തുക, ഒന്നും ചെയ്യണ്ട. 2 ഇൻറ്റു 3 6 മൈനസ് 9 ഇൻറ്റു ലാംഡ ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 9 ലാംഡ. ലാംഡയുടെ വാല്യൂ നമുക്ക് അറിയില്ല, അപ്പോൾ ലാംഡ എന്ന് തന്നെ എഴുതി വയ്ക്കുക. മൈനസ് ജെ ഇൻറ്റു ജെ പോകുമ്പോൾ ഇത് പോയി, ഇത് പോയി. 3 ഇൻറ്റു 3 9, 1 in 9 പ്ലസ് കെ ഇൻറ്റു കെ എന്ന് പറയുമ്പോൾ ഇത് ഈ കോളം നമ്മൾ ഫേസ് ചെയ്ത് നിർത്തി. 3 ഇൻറ്റു ലാംഡ 3 ലാംഡ മൈനസ് 2, 3 ലാംഡ മൈനസ് 2. ഈ കോളം ഒഴിവാക്കി നിർത്തുമ്പോൾ 3 ഇൻറ്റു ലാംഡ 1 ഇൻറ്റു, അങ്ങനെയാണ് 3 ലാംഡ മൈനസ് 2 വരുന്നത്. ഈക്വൽ ടു 0. 6 മൈനസ് 9 ലാംഡ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഇതുപോലെ തന്നെ എഴുതി വെക്കാം. ഇവിടെ 0 ആണ് വരിക. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മൾ ഈക്വേറ്റ് ചെയ്യാണ്. ഈ 0 എന്നുള്ളതിനൊന്നുകൂടി നമുക്ക് വേണിച്ചാൽ ഇവിടെ ഇതില്ലാതെ എഴുതാം, അത് ഒഴിവായി പോയി. അപ്പൊ 6 മൈനസ് 9 ലാംഡ ഐ പ്ലസ് 0 ജെ പ്ലസ് 3 ലാംഡ മൈനസ് 2 കെ ഈക്വൽ ടു 0 എന്നുള്ളത് 0 വെക്ടർ ആണ്. അതിന് നമുക്ക് 0 ഐ പ്ലസ് 0 ജെ പ്ലസ് 0 കെ എന്ന് എഴുതാം. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇത് നമ്മൾ ഐയുടെ കോഎഫിഷ്യന്റ് ഇവിടെ എന്താണ്? 6 മൈനസ് 9 ലാംഡ ഈക്വൽ ടു ഐയുടെ കോഎഫിഷ്യന്റ് ഇവിടെ എന്താണ്? 0. അപ്പൊ 9 ലാംഡ 6 ഈക്വൽ ടു മൈനസ് 9 ലാംഡ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 9 ലാംഡ ആയി. ലാംഡ ഇസ് ഈക്വൽ ടു 9 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 6/9 ആയി. അതിൽ 3 കോമൺ ആണ്, അപ്പോൾ 2/3 ഉണ്ടോ? ലാംഡയുടെ വാല്യൂ കിട്ടി. ഇനി വേറെ രീതിയിൽ നമുക്ക് ചെയ്യാൻ ലാംഡ അത് ഉറപ്പ് വരുത്താം. കെയുടെ കോഎഫിഷ്യന്റ് ഇവിടെ 3 ലാംഡ മൈനസ് 2 ആണ്. ഇവിടെ കെയുടെ കോഎഫിഷ്യന്റ് 0 ആണ്. അപ്പൊ 3 ലാംഡ ഇസ് ഈക്വൽ ടു 2, ലാംഡ ഇസ് ഈക്വൽ ടു 2/3 ഉണ്ടോ? എങ്ങനെ ചെയ്താലും നമുക്ക്, അതായത് ലാംഡ ഉള്ളത് നമ്മൾ ഈക്വൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടും. ഇവിടെ ഐയുടെ കോഎഫിഷ്യന്റ് ചെയ്യുമ്പോഴും കെയുടെ ചെയ്യുമ്പോഴും ലാംഡയുടെ വാല്യൂ സെയിം ആണ്. അപ്പൊ ലാംഡ ഇസ് ഈക്വൽ ടു 2/3 സെയിം തന്നെയാണ് നമുക്ക് ലഭിക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ലാംഡ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യം അല്ല. ലാംഡ എന്നൊക്കെ കാണുമ്പോൾ വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിക്കരുത്. അത് വെറുതെ ഒരു കോൺസ്റ്റന്റ് കെ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കോൺസ്റ്റന്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. If question number 5, if A is equal to 2i plus 3j
plus 6k, b is equal to 3i minus 6k plus 2k. Find. ഇവിടെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ ക്രോസ് ബി കണ്ടുപിടിക്കാനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ ക്രോസ് ബി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി കണ്ടുപിടിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി ആർ പെർപെൻഡിക്കുലർ. അങ്ങനെ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ എ ക്രോസ് ബി കണ്ടുപിടിക്കണം. എ ക്രോസ് ബി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ ഐ ജെ കെ എഴുതുക. ഐ ജെ കെ വാല്യൂസ് 2, 3, 6, 3 minus 6, 2. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഐ ഇൻറ്റു ഇത് നിർത്തുമ്പോൾ 2, 3 into 2, 6 minus 6 into 6 minus 36 minus j into j ഒഴിവാക്കുമ്പോൾ 4 minus 18 plus k into k എന്നൊക്കെ ഒഴിവാക്കുമ്പോൾ minus 12 minus 9 അങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ പ്ലസ് 36 ആണ്. 42i 4 minus 8 minus 4 minus minus plus 4j minus 21k. ഇതാണ് ഇവിടുത്തെ എ ക്രോസ് ബി കിട്ടുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എ പ്ലസ് ബി എ മൈനസ് ബി കണ്ടുപിടിക്കണം. എ പ്ലസ് ബി എന്ന് പറയുന്നത് എ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എ പ്ലസ് ബി ഈക്വൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യുക. 2 plus 3 was 5 I added 3 പിന്നെ 3 minus 6 അപ്പോൾ minus 3j 6 plus 2 8k and a minus b equal to subtract ചെയ്യുക. 2 minus 3 അപ്പോൾ minus 1 ആണ്. അപ്പോൾ minus i. 3 minus 6 എന്ന് പറയുമ്പോൾ 3 minus of minus 6 ആണ് വരിക. അപ്പോൾ 3 plus 6 എന്ന് പറയുമ്പോൾ 9j 6 minus 2 എന്ന് പറയുമ്പോൾ 4k. ഒറ്റയടിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്ന് എഴുതി സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. മനസ്സിലായി? തെറ്റിക്കരുത്. ഒന്നോ രണ്ടോ സ്റ്റെപ്പ് എഴുതിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്, നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ. ഇനി ഇവിടെ നമുക്ക് മൂന്നാമത്തെ പ്രൂവ് ചെയ്യുന്നത് എന്താണ്? ഇത് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇഫ് എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ a dot b is equal to 0. അപ്പോൾ ഇവിടെ എക്കും ബിക്കും പകരം എ പ്ലസ് ബി എന്ന് എടുക്കണം. അത് പ്രൂവ് ചെയ്യണം. അപ്പോൾ എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എന്താണ്? 5 into -1 അപ്പോൾ -5. നിങ്ങളിത് എഴുതിയിട്ട് സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. നമ്മളിത് കുറേ പ്രാവശ്യം ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നത് മാത്രം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സ്റ്റെപ്പ് എഴുതി ചെയ്യാം. -3 + 9 അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -27 8 into 4 32. ഇവിടെ നമുക്ക് -5 -27 -32 ആണ്. -32 plus 32 equal to 0. Therefore, they are perpendicular. മനസ്സിലായോ? ഇവിടെ ഇത് നേരത്തെ നമ്മൾ പാരലലിൽ നിന്നപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് ചെയ്തു. ഇവിടെ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് അത് 0 ആണെന്ന് പ്രൂവ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള 5 ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞു. അതിൽ 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാതെ വിട്ടത് മുമ്പത്തെ പേപ്പറിൽ ചെയ്തതുകൊണ്ടാണ്. നമ്മൾ ചെയ്യുന്നത് ഏപ്രിൽ 2018. ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഇപ്പൊ നമ്മൾ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഷോ ദാറ്റ് a is equal to 3i plus 4j minus 2k and b is equal to 4i plus j plus 8k are perpendicular. Perpendicular പ്രൂവ് ചെയ്യാൻ എന്ത് വേണം? ഡോട്ട് പ്രോഡക്റ്റ് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. മനസ്സിലായോ? നമ്മൾ എഴുതി വെക്കാം. If a and b are perpendicular, a dot b is equal to 0. അപ്പോൾ a dot b ഇവിടെ കണ്ടുപിടിക്കുക. 3 into 4 12
plus 4 into 1 എന്ന് പറയുമ്പോൾ 4 minus 2 plus 8 എന്ന് പറയുമ്പോൾ minus 16. 16 minus 16 equal to 0. Therefore, A and B are perpendicular. വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. നേരത്തെ നമ്മൾ എ പ്ലസ് ബിയും എ മൈനസ് ബിയും കണ്ടുപിടിച്ചിട്ട് അത് പെർപെൻഡിക്കുലർ ആണ് പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഡയറക്റ്റ് ആണ്. ഇത് 2 മാർക്കിന്റെ ചോദ്യമാണ്. അത് കുറച്ചുകൂടി കൂടിയ മാർക്കിന്റെ ചോദ്യം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. രണ്ടാമത്തേത് prove that the point whose position vectors prove that the points whose position vectors are A is equal to 2i minus j plus k, B is equal to I minus 3j minus 5k, C is equal to 3i minus 4j minus 4k, form a right triangle. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ 3 പോയിന്റ്സും ജോയിൻ ചെയ്യുമ്പോൾ റൈറ്റ് ട്രയാങ്കിൾ കിട്ടുന്നതാണ് അവർ പറയുന്നത്. നമുക്ക് തൽക്കാലം ഇതിന് പേര് കൊടുക്കാം. വെക്ടർ എ ബി സി എന്ന് പറഞ്ഞിട്ട് ഇത് എ ബി സി 3 പോയിന്റ്സ് ഇവിടെ എന്ന് പറയുന്നിടത്ത് വെക്ടർ ആയി കൊടുക്കുക. 2i മൈനസ് ജെ പ്ലസ് കെ, ബി എന്ന് പറയുമ്പോൾ i മൈനസ് 3j മൈനസ് 5k, സി എന്ന് പറയുമ്പോൾ 3i മൈനസ് 4j മൈനസ് 4k കൊടുക്കും. ഇപ്പൊ എവിടെയാണ് റൈറ്റ് ട്രയാങ്കിൾ വരാൻ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ചെയ്തതിന് ശേഷമാണ് നമുക്കത് കൃത്യമായിട്ട് റൈറ്റ് ട്രയാങ്കിളിന്റെ അവിടെ വരുന്നത് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ തൽക്കാലം വെറുതെ ഒരു ട്രയാങ്കിൾ വരച്ച് മാർക്ക് ചെയ്ത് ചെയ്യുന്നു. പിന്നെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും തിരിച്ച് വരയ്ക്കാം. അപ്പൊ ഇവിടെ നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താ കണ്ടീഷൻ? പൈതഗോറസ് തിയറം പഠിച്ചിട്ടില്ലേ നിങ്ങൾ? പൈതഗോറസ് തിയറം എന്താ? പൈതഗോറസ് തിയറം hypotenuse square is equal to side square plus side square. ചിലവര് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എന്ന് പറയും. അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് മറ്റു 2 സൈഡുകൾ കൂട്ടിയതായിരിക്കണം. അപ്പൊ ഇത് ഒബേ ചെയ്യുന്ന എല്ലാ ട്രയാങ്കിൾസും എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇത് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 3 സൈഡും ആദ്യം കണ്ടുപിടിക്കുക. എ ബിയും ബി സിയും എ സിയും. എ ബി ഇസ് ഈക്വൽ ടു എന്താ വരിക? ഒ ബി മൈനസ് ഒ എ. അപ്പൊ ഒ ബി എന്ന് പറയുമ്പോൾ ബി വെക്ടർ എടുക്കണം നമ്മള്. അപ്പോ ഐ മൈനസ് 3i മൈനസ് 5k മൈനസ് ഓഫ് ഒ എന്ന് പറയുമ്പോൾ എയുടെ വെക്ടർ 2i മൈനസ് j പ്ലസ് k. അപ്പൊ നമുക്ക് എ ബിയുടെ വാല്യൂ കിട്ടും. എത്ര വരികയത്? ഐ മൈനസ് 2i എന്ന് പറയുമ്പോൾ മൈനസ് ഐ മൈനസ് 3i മൈനസ് ഓഫ് പ്ലസ് j വരും. പ്ലസ് j മൈനസ് 3 പ്ലസ് j പ്ലസ് 1j അപ്പൊ മൈനസ് 2j വരും. മൈനസ് 5 മൈനസ് k എന്ന് പറയുമ്പോൾ മൈനസ് 6k വരും. ഇതാണ് ഇവിടുത്തെ വെക്ടർ വരിക. നമുക്ക് ആവശ്യം അതിന്റെ മോഡുലസ് ആണ് എ ബി. മോഡുലസ് എ ബി അല്ലെങ്കിൽ വെറുതെ എ ബി എഴുതി കഴിഞ്ഞാൽ ഇത് കിട്ടും റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ 36 പ്ലസ് 4 40 പ്ലസ് 1 41 റൂട്ട് 41 കണ്ടോ? ഇതുപോലെ തന്നെ നമ്മൾ അടുത്തത് ബി സി വെക്ടർ കണ്ടുപിടിക്കുന്നു. അപ്പൊ ഒ സി മൈനസ് ഒ ബി ആണത്. അപ്പൊ ഒ സി എന്ന് പറയുമ്പോൾ സി 3i മൈനസ് 4j മൈനസ് 4k മൈനസ് ഓഫ് പിന്നെ ഒ ബി എന്ന് പറയുമ്പോൾ ബി ഐ മൈനസ് 3i മൈനസ് 5k ഉണ്ടോ? ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3i മൈനസ് ഐ എന്ന് പറയുമ്പോൾ 2i മൈനസ് 4 മൈനസ് ഓഫ് മൈനസ് പ്ലസ് 3 അപ്പൊ മൈനസ് j മൈനസ് 4 മൈനസ് ഓഫ് മൈനസ് പ്ലസ് 5 മൈനസ് 4 പ്ലസ് 5 എന്ന് പറയുമ്പോൾ പ്ലസ് k. അപ്പൊ ഇതിന്റെ മോഡുലസ് കണ്ടുപിടിക്കുമ്പോൾ മോഡുലസ് ബി സി എന്ന് പറയുന്നത് ബി സി ആണ് റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 4 പ്ലസ് 1 5 1 6 റൂട്ട് 6. മനസ്സിലായോ?
ഇനി നമുക്ക് ഇവിടെ ഒരെണ്ണം ഒരു സൈഡ് കൂടി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഏതാണത്? ഇപ്പൊ നമ്മള് എ ബിയും ബി സിയും കണ്ടുപിടിച്ചു. ഇനി എ സി കണ്ടുപിടിക്കാം. എ സി ഈക്വൽ വെക്ടർ എ സി ഈക്വൽ എന്താ വരിക? ഒ സി മൈനസ് ഒ എ. ഒ സി എന്ന് പറയുന്നത് സി 3i മൈനസ് 4j മൈനസ് 4k മൈനസ് ഓഫ് ഒ എ എന്ന് പറയുന്ന ഈ വെക്ടർ, എ എന്ന് പറയുന്ന വെക്ടർ 2i മൈനസ് j പ്ലസ് k. ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3i മൈനസ് 2i എന്ന് പറയുമ്പോൾ i മൈനസ് 4 മൈനസ് മൈനസ് പ്ലസ് j മൈനസ് 4 പ്ലസ് 1 എന്ന് പറയുമ്പോൾ മൈനസ് 3j മൈനസ് 4k മൈനസ് k എന്ന് പറയുമ്പോൾ മൈനസ് 5k. ഇത് ഇതിന്റെ വെക്ടർ ആണ്. അതിന്റെ മോഡുലസ് കണ്ടുപിടിക്കുക. അതാണ് എ സി എന്ന് പറയുന്ന സൈഡ്. റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 3 സ്ക്വയർ പ്ലസ് മൈനസ് 5 സ്ക്വയർ. അപ്പൊ എത്ര കിട്ടുക നമുക്ക്? റൂട്ട് ഓഫ് 1 പ്ലസ് 9 പ്ലസ് 25. അപ്പൊ ഇവിടെ 1 പ്ലസ് 9 10 പ്ലസ് 25 എന്ന് പറയുമ്പോൾ റൂട്ട് 35 കിട്ടും. ഉണ്ടോ? അപ്പൊ നമ്മള് ഇവിടെ വാല്യൂസ് ഒക്കെ കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ പൈതഗോറസ് ഇങ്ങനെ ഫോളോ ചെയ്യണമെന്ന് നോക്കാണ്ട്. അപ്പൊ ഇവിടെ നോക്കിയേ റൂട്ട് 41 ആണ്. അപ്പൊ എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് 41 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 41 കിട്ടും അല്ലെ? ഇനി മറ്റു രണ്ട് സൈഡും കൂടെ നോക്കിയേ. അപ്പൊ വലുത് ആദ്യം ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ഇത് കിട്ടി. ചെറുത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ എന്താ? എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് 35 സ്ക്വയർ പ്ലസ് ഇതിന്റെ റൂട്ട് 6 സ്ക്വയർ. അപ്പൊ 35 plus 6 which is equal to 41. Look, AB square is equal to AC square plus BC square. Therefore, triangle ABC is a right triangle. Right angled triangle. Right triangle. Right triangle. ഇത് ശരിക്കും വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. എ ബി ആണ് ഇവിടുത്തെ വലിയ സൈഡ്. ഇങ്ങനെയാണ് ശരിക്കും ഇത് വരിക. എ കണ്ടോ? ഇങ്ങനെയാണ് ശരിക്ക് വരേണ്ടത്. സി ആണ്, അതായത് 90ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് ഹൈപ്പോട്ടനസ്. അപ്പൊ എ ബി വരുമ്പോൾ ഇവിടെയാണ് ശരിക്ക് റൈറ്റ് ആംഗിൾ. അത് കുഴപ്പമില്ല. നമ്മൾ പിന്നെ സൈഡ് നമ്മൾ ഇത്രയും ചെയ്താൽ മതി. 3 സൈഡും കണ്ടുപിടിക്കുക. അതായത് വെക്ടർ കണ്ടുപിടിക്കുക. അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ലെങ്ത് കിട്ടി. ആ 2 ലെങ്ത് ആഡ് ചെയ്യുമ്പോൾ 3ാമത്തെ ലെങ്ത് കിട്ടുന്നെങ്കിൽ അതാണ് ഹൈപ്പോട്ടനസ്. അപ്പൊ അവിടെ എന്താണ്? പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് എ ബി സി ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ജസ്റ്റ് എഴുതുക യൂസിങ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം ട്രയാംഗിൾ എ ബി സി ഇസ് എ റൈറ്റ് ട്രയാംഗിൾ. നമ്മൾ എഴുതിയില്ലെങ്കിലും സാധാരണ ടീച്ചർമാർക്ക് മാർക്ക് കൊടുക്കാൻ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള തിയറാണ്. നമ്മൾ 7ാം ക്ലാസ് തൊട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണിത് ചെയ്യേണ്ടത്. ഒരേപോലെ ഇത് ഒരെണ്ണം ചെയ്യുന്ന പോലെ തന്നെയാണ് ബാക്കിയൊക്കെ ചെയ്യേണ്ടത്. 3 കണ്ടുപിടിക്കാൻ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. ഫൈൻഡ് ഏരിയ ഓഫ് ട്രയാംഗിൾ whose vertices are A I minus K, B 2I plus J plus 5K, C J plus 2K. അപ്പോൾ ഇവിടെ എന്താണ്? 3 ഇത് തന്നിട്ടുണ്ട്. അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏരിയ ഓഫ് ട്രയാംഗിൾ ഈസ് ഈക്വൽ ടു ഹാഫ് എ ക്രോസ് ബി. ഓർമ്മയുണ്ടോ? ഏരിയ ഓഫ് ട്രയാംഗിൾ ഈക്വൽ ടു ഹാഫ് മോഡുലസ് എ ക്രോസ് ബി. അപ്പോൾ ഇവിടെ എ ബിയും എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ട്രയാംഗിളിന്റെ അഡ്ജസന്റ് സൈഡ്സ് ആണ്. എ ബി എ സി. ഇവിടെയാണ് ആംഗിള്. അപ്പൊ എ ബിയും എ സി ആണ് നമ്മൾ എടുക്കുക. അപ്പൊ ആദ്യം നമ്മൾ അപ്പൊ ഇതിന് നമുക്ക് ഹാഫ് എ ബി ക്രോസ് എ സി എന്ന് എഴുതാം. അപ്പൊ ഇവിടെ എ ബി കണ്ടുപിടിക്കാം. എ ബി എന്താ വരിക? ആദ്യം വെക്ടർ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. എ ബി എന്താ വരിക? എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ ബി മൈനസ് ഒ എ. അപ്പൊ ഒ ബി ബി ആണ് ആദ്യം പറയേണ്ടത്. 2i
പ്ലസ് ജെ പ്ലസ് 5k മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ മൈനസ് കെ, ഐ മൈനസ് കെ. അപ്പൊ എന്ത് കിട്ടും? 2i മൈനസ് ഐ എന്ന് പറയുമ്പോൾ ഐ, ഇവിടെ ജെ ഇല്ലാത്തതുകൊണ്ട് ജെ അതുപോലെ തന്നെ വരും. 5 മൈനസ് ഓഫ് മൈനസ് പ്ലസ്, അപ്പൊ 6k. ഇതാണ് ഇവിടുത്തെ എ ബി എന്ന് പറയും. ഇനി എ സി കണ്ടുപിടിക്കുക. എ സി എന്ന് പറയുമ്പോൾ ഒ സി മൈനസ് ഒ എ ആണ്. ഒ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി, ജെ പ്ലസ് 2k മൈനസ് ഓഫ് എ എന്ന് പറയുന്നത് ഐ മൈനസ് കെ. അപ്പൊ ഇവിടെ ഐ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ മൈനസ് ഐ അതേപോലെ എഴുതാം. ഇവിടെ ജെ ഇല്ലാത്തതുകൊണ്ട് ജെ അതുപോലെ എഴുതാം. 2k മൈനസ് ഓഫ് മൈനസ് പ്ലസ് 3k. ഇനി നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈസ് ഈക്വൽ ടു, ഇവിടെ എഴുതിയിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ഹാഫ് ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കലാണ്. എ ബി ആദ്യം ഐ ജെ കെ എഴുതി. ഒന്നാമത്തെ 1 1 6, രണ്ടാമത്തേത് -1 1 3. ഇനി അപ്പൊ എന്ത് കിട്ടി? ഹാഫ് ഇൻറ്റു ഐ നിർത്തുമ്പോൾ ബാക്കി എന്താ വരിക? 3 മൈനസ് 6 കിട്ടി. മൈനസ് ജെ ഇൻറ്റു ജെ നിർത്തുമ്പോൾ 3 മൈനസ് ഓഫ് മൈനസ് പ്ലസ്, അപ്പൊ 3 പ്ലസ് 6 കിട്ടി. പ്ലസ് കെ ഇൻറ്റു കെ നിർത്തുമ്പോൾ 1 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. അപ്പൊ 1 പ്ലസ് 1 ഉണ്ട്. അപ്പൊ ഇവിടെ ഹാഫ് ഇൻറ്റു 3 മൈനസ് 6 എന്ന് പറയുമ്പോൾ -3 ആയി. പിന്നെ -9j പ്ലസ് 2k. അപ്പൊ ഇതിന്റെ വെക്ടറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അതിന്റെ മോഡുലസ് കണ്ടുപിടിക്കുന്നു. അപ്പൊ എന്ത് വരിക? ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇതിന്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ വാല്യൂസ് കണ്ടുപിടിക്കുക. -3 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, ഹാഫ് റൂട്ട് 9 പ്ലസ് 81 പ്ലസ് 4. അപ്പൊ എന്ത് വരും? 81 പ്ലസ് 9 90 ആണ്. അപ്പൊ 94 കിട്ടും. ഹാഫ് ഇൻറ്റു 94 അല്ലെങ്കിൽ റൂട്ട് 94/2. അത്രയും യൂണിറ്റ്സ്, സ്ക്വയർ യൂണിറ്റ്സ്. മനസ്സിലായോ? ഏരിയ കണ്ടുപിടിക്കുന്ന രീതി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഏരിയ ഓഫ് ട്രയാങ്കിളും ഏരിയ ഓഫ് പാരലഗ്രാമും 2-3 പ്രോബ്ലം നമ്മൾ ഇത് പഠിച്ച സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ഏരിയ ഓഫ് ട്രയാങ്കിളും പാരലഗ്രാമും ഒക്കെ മാറി മാറി ചോദിക്കും. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. ഫൈൻഡ് ദ മൊമെന്റ്. ഫൈൻഡ് ദ മൊമെന്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം. അത് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതാണ്. 2020 ഏപ്രിലിലെ ക്വസ്റ്റ്യൻ നമ്പർ 2. അപ്പൊ അതുകൊണ്ട് വീണ്ടും അത് നമ്മൾ ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 2 അത് വീണ്ടും ചെയ്ത് പഠിക്കുക. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വർക്ക് ഡൺ. Find the work done by a force F is equal to 2i plus j plus k, acting on a particle is displaced from the point 333 to a point 4 minus 1 2. ഇവിടെ വർക്ക് ഡൺ ആണ്. ഫോഴ്സ് വർക്ക് ഡണ്ണിന്റെ ഫോർമുല എന്താണ്? F dot R. അപ്പൊ F ഇവിടെ തന്നിട്ടുണ്ട്. F എന്താ വന്നിരിക്കുന്നത്?
2i plus j plus k ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ r കണ്ടുപിടിക്കുന്നു. എ ബി ആണത്. ഒ ബി മൈനസ് ഒ എ. ഒ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റ് ആണ്. അപ്പോൾ 4i മൈനസ് ജെ പ്ലസ് 2k മൈനസ് ഇവിടെ എല്ലാം 3 ആണ്. 3j പ്ലസ് 3k കിട്ടും. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക? 4 മൈനസ് 3 എന്ന് പറയുമ്പോൾ i വരും. മൈനസ് ജെ മൈനസ് 3 എന്ന് പറയുമ്പോൾ മൈനസ് 4j. 2k മൈനസ് 3k എന്ന് പറയുമ്പോൾ മൈനസ് 3. ഇനി ഇവിടെ നമ്മൾ w കണ്ടുപിടിക്കുന്നു. എഫ് എന്താണ്? 2i പ്ലസ് ജെ പ്ലസ് കെ ഡോട്ട് i മൈനസ് 4j മൈനസ് k. 2 into 1 എന്ന് പറയുമ്പോൾ 2. 1 മൈനസ് മൈനസ് 4 മൈനസ് 1. അപ്പോൾ ഇവിടെ മൈനസ് 3 യൂണിറ്റ്സ്. ഇവിടെ മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വർക്ക് ഡൺ മൈനസ് ആവുന്നത് എപ്പോഴാണ്? ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വർക്ക് നടക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ ആൻസർ എഴുതുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 3 യൂണിറ്റ്സ് എന്ന് എഴുതിയിരിക്കും. നെറ്റ് വർക്ക് ഡൺ 3 യൂണിറ്റ്സ് ആണ്. ഈ സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ അത് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വർക്ക് നടക്കുന്നതെന്നാണ് അതിന്റെ ഇൻഡിക്കേഷൻ. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 2016 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. Find the sum of the vectors A is equal to I minus 2j plus k, B is equal to minus 2i plus 4j plus 5k, C is equal to I minus 6j plus 7. ഇത് മൂന്നും കൂടി സം ഓഫ് ദ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് a പ്ലസ് ബി പ്ലസ് സി. നമ്മൾ സാധാരണ അടിക്കുന്ന പോലെ തന്നെ എഴുതാം. I minus 2j plus k minus 2i plus 4j plus 5k I minus 6j plus 7. ജസ്റ്റ് ആഡ് ചെയ്യുക. ഇവിടെ വെറുതെ അതിൻ്റെ വരുമ്പോഴേക്ക് 1 ഉണ്ട് എന്ന് വിചാരിച്ചാൽ മതി. ഇവിടെ 1 ആണ്, ഇവിടെയൊക്കെ 1 ആണ് വരും. അപ്പോൾ ഇവിടെ 1i ആഡ് ചെയ്യുമ്പോൾ 2i മൈനസ് 2 ആകുമ്പോൾ ഇവിടെ 0i. ഇവിടെ മൈനസ് 6 മൈനസ് 2 മൈനസ് 8 ആണ്. പ്ലസ് 4 എന്ന് പറയുമ്പോൾ മൈനസ് 4j. ഇതെല്ലാം പ്ലസ് ആണ്. 7 പ്ലസ് 5 12 പ്ലസ് 1 13k. ഇവിടെ ആൻസർ എന്താ വരിക? മൈനസ് 4j പ്ലസ് 13k. 0 ആയതുകൊണ്ട് അത് എഴുതണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായല്ലോ? സിമ്പിൾ ആണ്. 3 വെക്ടർ കാണുമ്പോൾ നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട, ചുമ്മാ ആഡ് ചെയ്താൽ മതി. സാധാരണ അഡീഷൻ. In number 2 ഇതാണ് given a is equal to 2i plus 3j plus 4k, b equal to minus i plus 3j plus 2k. If a unit vector in the direction of 3a plus 4b and xi plus 5j plus 7k are equal, find x, y, z. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് നമ്മൾ ഇതിനു മുമ്പ് ഇതുവരെയുള്ള ചെയ്തിട്ടുണ്ട്. ഈ പോർഷൻ നമുക്ക് പുതിയതാണ്. ഇവിടെ ആയാലും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 3a plus 4b കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് കിട്ടും? 3 into 2i plus 3j plus 4k plus 4 into minus i plus 3j plus 2k. അപ്പോൾ ഇത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മുടെ വെക്ടറുകൾ ചെയ്യാം. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ ബ്രാക്കറ്റ് സാധാരണ പോലെ ഓപ്പൺ ചെയ്യാം. 6i plus 9j plus 12k minus 4i plus 12j plus 8k. അപ്പോൾ എന്താ വരിക? 6 minus 4 എന്ന് പറയുമ്പോൾ 2i, 9 plus 12 എന്ന് പറയുമ്പോൾ 21j plus 12ഉം 8ഉം 20k. ഇതാണ് ഇവിടുത്തെ 3a plus 4b എന്നുള്ള വെക്ടർ. ഈ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുല അറിയാം. വെക്ടർ a by modulus a ആണ്. a cap is equal to വെക്ടർ a by modulus a വരും. അപ്പോൾ നമുക്ക് ഇവിടെ a പകരം 3a plus 4b ആണ്. അപ്പോൾ അതിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുമ്പോൾ യൂണിറ്റ് vector of 3a plus 4b is equal to 3a plus 4b divided by അതിന്റെ മോഡുലസ്. അപ്പോൾ എന്താ വരിക? 3a plus 4b നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്.
2i plus 21j plus 20k divided by root of ഇതിന്റെ മോഡൽസ് കണ്ടുപിടിക്കുമ്പോൾ കോഎഫിഷ്യൻസ് സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് റൂട്ട് കണ്ടുപിടിക്കും 21 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 2i plus 21j plus 20k divided by root of 4 plus 21 441 20 400. പിന്നെ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2i plus 21j plus 20k divided by ഇവിടെ 445 plus 400 എന്ന് പറയുമ്പോൾ 845 കിട്ടും. റൂട്ട് ഓഫ് 845. ഇതിനെ നമുക്ക് ഇവിടെ നമ്മൾ ഇതിനെ ഈക്വേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈക്വൽ കണ്ടോ? 3 ക്വസ്റ്റ്യൻ ഒന്നുകൂടി നിങ്ങൾ വായിച്ചു നോക്കിയാൽ 3 plus 4p and xi plus yj plus zk are equal. ഇതിന് ഈക്വൽ ആണ് എന്ത്? xi plus yj plus zk. മനസ്സിലായോ? അപ്പൊ ഇതിന് ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടുത്തെ ഐയുടെ കോഎഫിഷ്യന്റും ഇവിടുത്തെ ഐയുടെ കോഎഫിഷ്യന്റും ഈക്വൽ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ എഴുതുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ ഐയുടെ കോഎഫിഷ്യന്റ് 2 എന്ന് വിചാരിക്കരുത്. അടിയില് റൂട്ട് 845 ഉണ്ട്. അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുക. അപ്പൊ 2i by root 845 plus 21j by root 845 plus 20k by root 845 is equal to xi plus yj plus zk. ഇങ്ങനെ എഴുതണം. ഈ 2 മാത്രം എടുത്തു കഴിഞ്ഞാൽ ഉത്തരം തെറ്റിപ്പോകും. നമ്മളെ ഈ ഡിനോമിനേറ്ററും ഒരുപോലെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ x equal to കിട്ടി 2 by root 845, y equal to 21 by root 845, z equal to 20 by root 845. മനസ്സിലായല്ലോ? ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ ഈക്വൽ ആണ്. വെക്ടർ ഈക്വൽ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻസ് ഈക്വൽ ആണ് എന്നാണ് അർത്ഥം. അപ്പൊ അത് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Third question. Find lambda so that two vectors 2i plus 3j minus k and 4i plus 6j plus minus lambda k are രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തേത് പാരലൽ, രണ്ടാമത്തേത് പെർപെൻഡിക്കുലർ. അതായത് രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. പാരലൽ ആവുമ്പോൾ ലാംബയുടെ വാല്യൂ എന്ത്? പെർപെൻഡിക്കുലർ ആവുമ്പോൾ ലാംബയുടെ വാല്യൂ എന്ത്? അപ്പൊ ആദ്യം നമുക്ക് ഒന്നാം പാരലൽ എന്ന് പേര് കൊടുക്കാം. ഇവിടെ ലെറ്റ് തന്നിരിക്കുന്ന വെക്ടേഴ്സിനെ എ എന്നും ബി എന്നും പേര് കൊടുക്കാം. പേര് കൊടുത്തു. ഇനി നമുക്ക് പാരലൽ ആവുന്ന കണ്ടീഷൻ ഇഫ് എ ആൻഡ് ബി ആർ പാരലൽ. എന്താണ് പാരലൽ എന്ന് പറയുമ്പോൾ എ ക്രോസ് ബി ഈക്വൽ ടു 0. കാരണം പാരലൽ എന്ന് പറയുമ്പോൾ ആംഗിൾ 0 ആണ്. അപ്പൊ സൈൻ 0 ഈക്വൽ ടു 0. മനസ്സിലായോ? അപ്പൊ എ ക്രോസ് ബിയുടെ വാല്യൂ 0 ആയിട്ട് മാറും. അതായത് എഴുതുവാണെങ്കിൽ 0 വെക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ 0 എന്ന് എഴുതിയിട്ട് വാല്യൂ കൊടുത്താൽ. അപ്പൊ ഇവിടെ വരുമ്പോ എ ക്രോസ് ബി കണ്ടുപിടിക്കണം. ആദ്യം ഐ ജെ കെ കോഎഫിഷ്യൻസ് എഴുതുമ്പോൾ 2 3 -1 4 6 മൈനസ് ലാംഡ കണ്ടോ? മൈനസ് ലാംഡയാണ് ഇവിടുത്തെ കോഎഫിഷ്യന്റ് വേറെ നമ്പർ തന്നിട്ടില്ല. അപ്പൊ ലാംഡ ആസ് ഇറ്റ് ഈസ് നമ്മൾ എടുക്കും. ഇതിന്റെ ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. നമ്മൾ 0 എന്ന് അവസാനം എഴുതാം. അപ്പൊ ഐ ഇൻറ്റു ഐയുടെ കോളം അവിടെ ഒഴിവാക്കി നിർത്തി ഇത് ചെയ്യുമ്പോൾ -3 ലാംഡ മൈനസ് ഓഫ് മൈനസ് പ്ലസ് 6 മൈനസ് ജെ ഇൻറ്റു ജെയുടെ കോളം ഒഴിവാക്കി നിർത്തി 2 മൈനസ് ലാംഡ -2 ലാംഡ -4 ഇൻറ്റു -4 ആണ് +4 പ്ലസ് കെ ഇൻറ്റു കെയുടെ കോളം ഒഴിവാക്കി നിർത്തിയപ്പോൾ 26 12 -12 വരും. 12 -12 എന്ന് പറയുമ്പോൾ അത് ഈക്വൽ ടു ഇവിടെ നമുക്ക് 0 വെക്ടർ തന്നിട്ടുണ്ട്.
അപ്പൊ നമ്മളിവിടെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യേണ്ട ഓൾറെഡി സിംപ്ലിഫൈഡ് ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈക്വേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ സീറോ വെക്ടറിന് പകരം നമുക്ക് എന്ത് എഴുതാം, സീറോ വെക്ടറിന് പകരം 0i പ്ലസ് 0j പ്ലസ് 0k എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഇവിടുത്തെ ഐയുടെ കോഎഫിഷ്യന്റും ഇവിടുത്തെ ഐയുടെ കോഎഫിഷ്യന്റും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 ലാംഡ പ്ലസ് 6 ഈക്വൽ ടു 0. -3 ലാംഡ ഈക്വൽ ടു -6, ലാംഡ ഈക്വൽ ടു -6 ബൈ -3 ഈക്വൽ ടു 2. മനസ്സിലായോ? ഇനി നമുക്ക് ഇനിയിപ്പോ ഇത് ഈക്വേറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ഇവിടെ ഇത് 0 ആണ്, അപ്പൊ ഈക്വേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ ജെയുടെ ഈക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ പ്ലസ് ആണ്, അപ്പൊ ഇത് പ്ലസ് ആക്കണമെങ്കിൽ മൈനസ് ഉള്ളിലേക്ക് എടുക്കാം. അപ്പൊ 2 - 4 -2 ലാംഡ -4 ഈക്വൽ ടു 0, 2 ലാംഡ ഈക്വൽ ടു 4, ലാംഡ ഈക്വൽ ടു 4/2 ഈസ് ഈക്വൽ ടു 2. ഏത് വാല്യൂ എടുത്താലും നമുക്ക് സെയിം കിട്ടും. അപ്പൊ പാരലൽ ആവുമ്പോ ലാംഡയുടെ വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടും. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇനി അടുത്തത് രണ്ടാമത്തേത് പെർപെൻഡിക്കുലർ ആയുള്ള കേസാണ്. അപ്പോ ഇവിടെ നമുക്ക് നമ്മള് എയുടെയും ബിയുടെയും വാല്യൂ ഇങ്ങനെ എഴുതി വെച്ചു. പിന്നെന്താണ്, if a and b are perpendicular, the condition a dot b equal to 0. കാരണം 90 എന്ന് പറയുമ്പോൾ cos 90 ആണ് 0. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് 0 എന്ന് എഴുതി മതി. കാരണം ഇത് റിയൽ നമ്പർ ആണ്. വെക്ടറിന് എഴുതുമ്പോൾ 0 വെക്ടറിന് എഴുതുന്നതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ 0 എന്നുള്ള നമ്പർ എഴുതുന്നത് കാരണം a dot b എപ്പോഴും ഒരു റിയൽ നമ്പർ ആയിരിക്കും. വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വെക്ടർ ആയിരിക്കും. ഇനി a dot b കണ്ടുപിടിക്കാൻ ഇവിടെ എളുപ്പമാണ്. 2i plus 3j minus k dot 4i plus 6j minus lambda k equal to 0. 2 into 4 എന്ന് പറയുമ്പോൾ 8 plus 3 into 6 എന്ന് പറയുമ്പോൾ 18 minus of minus plus lambda equal to 0. അപ്പോൾ 8 plus 18 എത്ര വരുന്നത് 26 അല്ലേ? അപ്പോ ലാംഡ 26 plus lambda is equal to 0, lambda equal to -26. ഇതാണ് ഇവിടുത്തെ ആൻസർ. അപ്പൊ പെർപെൻഡിക്കുലർ വരുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. ഞാൻ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാൽ മതി. വെക്ടേഴ്സ് വരുമ്പോൾ പാരലൽ വരുമ്പോൾ നമ്മൾ വെക്ടർ പ്രോഡക്റ്റ് കണ്ടുപിടിക്കും. അപ്പൊ അത് മുമ്പ് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക. പാരലൽ എന്ന് പറയുമ്പോൾ ക്രോസ് പ്രോഡക്റ്റ് 0 ആണ്, പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് 0. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വർക്ക് ഡൺ. ഫൈൻഡ് ദ വർക്ക് ഡൺ, W കണ്ടുപിടിക്കാനാണ്. ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒക്ടോബർ 2019 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. അപ്പൊ നമുക്ക് വീണ്ടും ആവർത്തിക്കുന്നില്ല, നിങ്ങൾ ആ വീഡിയോ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക, കാരണം അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ മൊമെന്റ് ആണ്. ഫൈൻഡ് ദ മൊമെന്റ്, ഫൈൻഡ് M ആണ്, മൊമെന്റ് കണ്ടുപിടിക്കാനുള്ളതാണ്. ഇതും റിപ്പീറ്റഡ് ചോദ്യമാണ്. ഒക്ടോബർ 2019 ക്വസ്റ്റ്യൻ നമ്പർ 2. അപ്പോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് 16-ലെയാണ്, ഇത് ക്വസ്റ്റ്യൻ ശരിക്കും അവിടെയാണ് ആവർത്തിച്ചത്. അത് നമ്മൾ മുമ്പ് ചെയ്തത് കൊണ്ട് ഞാനത് റെഫർ ചെയ്യുന്നു. ഇനി 6th ക്വസ്റ്റ്യൻ, ഇത് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഫൈൻഡ്, ക്വസ്റ്റ്യൻ വേണ്ടി എഴുതുന്നത് ഇത് നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് a plus b dot a minus b and a plus b cross a minus b. അതായത് സ്കേലാർ a plus b a minus b കണ്ടിട്ട് അതിൽ ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും കണ്ടുപിടിക്കുന്നതാണ്. ഈ ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആണ്. ഒക്ടോബർ 2019 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. അപ്പൊ 2016 മാർച്ച് ഏപ്രിലിലെ ക്വസ്റ്റ്യൻ പേപ്പറില് അതേ ക്വസ്റ്റ്യൻ ആണ്. 3 ക്വസ്റ്റ്യൻ ഒക്ടോബർ 2019 വന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഏകദേശം 6 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു.
അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് എൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ അത് ഓൾമോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും ഇതേ മോഡൽ തന്നെയായിരിക്കും. മനസ്സിലായല്ലോ? നന്നായി ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് മുഴുവൻ ക്വസ്റ്റ്യൻസിനും മുഴുവൻ മാർക്കും വാങ്ങിക്കാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നിങ്ങൾ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്ത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ.